In fact, while this development continues, we are directly taking you to Kerala and Thrissur. Prime Minister Narendra Modi's mission south has begun. Will they make inroads into Kerala? Taking you now to Thrissur. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PS ശ്രീധരൻപിള്ള അവർകൾ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രകാശ് ബാബു, മന്ത്രിസഭയിൽ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ KG അൽഫോൺസ് ജി, ശ്രീ BL സന്തോഷ് ജി, ശ്രീ PK കൃഷ്ണദാസ് ജി, വേദിയിലും സദസ്സിലുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഈ മാസം എൻ്റെ രണ്ടാമത്തെ സന്ദർശനമാണിത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, ലോകപ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരം, ഇതെല്ലാം തന്നെ ആഗോള പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ ഈ നാടിന്റെ വൈവിധ്യമാർന്ന സമ്പന്നമാർന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ദൃശ്യമാണ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ മഹാന്മാരായിട്ടുള്ള സാഹിത്യ നായകന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ്. ബാലാമണി അമ്മയെ പോലെയുള്ളവർ, കമല സുരയ്യെ പോലെയുള്ളവർ, NV കൃഷ്ണവാര്യരെ പോലെയുള്ളവർ, VKN ജന്മം നൽകിയ ഭൂമി, സുകുമാർ അഴീക്കോടിന് ജന്മം നൽകിയ ഭൂമി, M ലീലാവതിക്ക് ജന്മം നൽകിയ ഭൂമി, അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് തൃശ്ശൂരിന്റെ മണ്ണ്. ഞാൻ വളരെയേറെ താല്പര്യത്തോടു കൂടിയിട്ട് ഓർമ്മിക്കുകയാണ് കലാഭവൻ മണിയെക്കുറിച്ച്, ബഹദൂറിനെ കുറിച്ച്. കേരളത്തിന്റെ മലയാളത്തിന്റെ സിനിമ, മലയാള ചലച്ചിത്ര രംഗത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഇവരെ ഞാൻ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ ഞാൻ കേരളം സന്ദർശിച്ചപ്പോൾ ഞാൻ കൊല്ലത്ത് ദേശീയപാതയുടെ ബൈപ്പാസ്, ആ ബൈപ്പാസ് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു. നിരവധി ദശകങ്ങളുടെ കാലവിളംബം വന്നിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കൊച്ചി എണ്ണ ശുദ്ധീകരണശാല, ആ എണ്ണ ശുദ്ധീകരണശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ നാടിന് സമർപ്പിക്കാനാണ്. അതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4.5 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ നാട്ടിലെ എല്ലാ അടുക്കളകളും പുകയില്ലാത്ത അടുക്കളകളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. അന്ന് 2014 രാജ്യത്തെ 55% വീടുകളിൽ മാത്രമേ പാചകവാതക കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ കണക്ഷൻ അതേതാണ്ട് 90% വർദ്ധിച്ചിരിക്കുന്നു. We are very close to our goal to provide a cooking gas connection to every home. Nearly 6 crore poor women have received a free cooking gas connection. Friends, India's energy needs are growing. That is why we have speed up the development of oil and gas infrastructure in the country. India is the second biggest refinery in Asia, and Kochi now has the country's biggest refinery. Kochi Kuttanad Bangalore pipeline is being developed at a cost of rupees 5,000 crore and will be completed soon. Friends, keeping in view the import burden of petrol and diesel, the Union government has begun the development of biofuels in a big way. Whether it is aviation fuel or petrol and diesel, we have succeeded
in 10% blending of biofuel. Our effort is to increase this to 25%. We aim to reduce the import of crude oil by 10% by 2021. This will reduce the country's fuel bill and save precious foreign exchange. The petrochemical complex for which we have laid the foundation stone today is another effort in the same direction. Our aim has been to provide service to the people, save money for the country, and boost employment. നമ്മുടെ ലക്ഷ്യത്തിന് വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്. 55% നിന്ന് 90% വരെ പാചകവാതക കണക്ഷൻ എത്തിക്കാൻ കഴിയുന്നതിലൂടെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ എല്ലാ വീടുകൾക്കും പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം. ഇന്ന് രാജ്യത്തെ 6 കോടിയോളം വരുന്ന പാവപ്പെട്ട സഹോദരിമാർ, അവർക്ക് ഇന്ന് സൗജന്യ നിരക്കിൽ പാചകവാതക കണക്ഷൻ ലഭ്യമായിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വാതകത്തിന്റെയും അതോടൊപ്പം എണ്ണയുടെയും ഈ 2 കാര്യങ്ങളിൽ നാടിന്റെ വികസനം, ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളിൽ വേഗത കൂട്ടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ രാജ്യമാണ്. കൊച്ചി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് കൊച്ചിയിലുള്ളത്. കൊച്ചി, കൂറ്റനാട്, മാംഗ്ലൂർ പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ 5000 കോടി രൂപയുടെ ചെലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ഇറക്കുമതിയുടെ ഭാരം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ആ ഇറക്കുമതിയുടെ ഭാരം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജൈവ ഇന്ധനം വികസിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനമാണെങ്കിലും പെട്രോളോ ഡീസലോ ആണെങ്കിലും ഇപ്പോ നമ്മൾ 10% ജൈവ ഇന്ധനത്തിന്റെ ആ മിശ്രിതം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം അത് 25% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ രാജ്യത്തെ അസംസ്കൃത എണ്ണയുടെ ആ ഇറക്കുമതിയുടെ തോതിൽ 2021 കൂടിയിട്ട് 10% കുറവ് വരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിന്റെ ഇന്ധന ബില്ല്, ആ ഇന്ധനത്തിന് വേണ്ടിയിട്ടുള്ള ചെലവാക്കുന്ന തുകയിൽ അത് വലിയ കുറവ് വരുത്തും. അതിലൂടെ ആ വിദേശ നാണ്യത്തിൽ വലിയ ലാഭമുണ്ടാക്കിയെടുക്കാൻ, മിച്ചം വെക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് കൊച്ചിയിൽ തറക്കല്ലിട്ടിട്ടുള്ള, ഇന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള പെട്രോകെമിക്കൽ കോംപ്ലക്സ് ഈ ദിശയിലുള്ള ഒരു സംരംഭം കൂടിയാണ്. ഇന്ന് Friends, in the last 4.5 years, the NDA government in the center has transformed the culture of governance in India. Today, India is the fastest growing major economy in the world. 5 years ago, the world had given up on India, but today the world wants to come here and invest. Our perception has improved and so has our performance. We have moved up from rank 142 to rank 77
in the ease of doing business ranking. India has gone ahead of China in getting foreign direct investment, be it manufacturing and startups. India is making remarkable progress. To give you just one example, in just 4 years, the number of mobile manufacturing units has gone up from 2 to over 120. 120. India has one of the biggest startup ecosystem in the world. Thanks to the youth, we have the world's largest healthcare program in the world, Ayushman Bharat. സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവർക്ക് തൊഴിൽ നൽകാൻ, അതിലൂടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള രാജ്യത്തിന്റെ സമ്പത്ത്, ആ സമ്പത്ത് അതിൽ ലാഭമുണ്ടാക്കാൻ, അതിൽ വരുമാനമുണ്ടാക്കാൻ ഈ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്. പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ കേന്ദ്രത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ നമ്മുടെ നാട്ടിൽ ഭരണനിർവഹണത്തിന്റെ സംസ്കാരം, ആ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയായിട്ട് ഇന്ന് ഭാരതം മാറിയിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ലോകം ഇന്ത്യയെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഈ രാജ്യത്തേക്ക് വന്ന് ഇവിടെ നിക്ഷേപം നടത്താൻ അതിന് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ പ്രകടനങ്ങൾ, നമ്മുടെ ഭരണനിർവഹണത്തിലുള്ള നമ്മുടെ നേട്ടം, ആ നേട്ടവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 142 സ്ഥാനത്ത് നിന്ന് 77 സ്ഥാനത്തേക്ക് വ്യാവസായിക മേഖലയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിൽ 142 നിന്ന് 77 എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ചൈനയേക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ്. അത് ഉൽപാദന മേഖലയിലാണെങ്കിലും പുതിയ സംരംഭങ്ങളിലാണെങ്കിലും അതിലെല്ലാം ഇന്ത്യ നിർണായകമായിട്ടുള്ള പുരോഗതി, ആ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ മൊബൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, മൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ശാലകൾ, ആ ശാലകൾ കേവലം 2 നിന്ന് 120-ലധികമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുതിയ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം, ആ സംരംഭങ്ങൾക്കുള്ള സംവിധാനത്തിന് അതിനുള്ള സാഹചര്യമൊരുക്കുന്നതിൽ ഇന്ത്യയാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവിന്റെ, അവരുടെ പ്രതിഭയുടെ പ്രതിഫലനമാണിത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് എന്നുള്ള പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി, ആ സുരക്ഷാ പദ്ധതി ഇന്ന് ഭാരതത്തിന്റേതാണ്. An issue like sanitation, which was never important enough to be high on the priority of previous governments, is a core focus area for the government. That is why the toilet coverage, which was around 38% in 2014, has gone up more than 98% today. When we took office, 18,000 villages had no electricity. Today, all of them are electrified.
and we are now working on electrifying every home. Pace of infrastructure creation has increased sharply. These are just some examples of the record changes taking place thanks to your blessings. സുഹൃത്തുക്കളെ, ശുചിത്വം പോലെയുള്ള ഒരു വിഷയം, ആ വിഷയം ഒരിക്കലും ഒരു സർക്കാരിന്റെയും മുൻഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന വിഷയമല്ല. പക്ഷേ ഈ സർക്കാർ ശുചിത്വം എന്നുള്ള വിഷയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ശൗചാലയങ്ങൾ, ആ ശൗചാലയങ്ങളുടെ വ്യാപ്തി അത് 2014 38% സ്ഥലങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ശൗചാലയങ്ങൾ ഇന്ന് 98% സ്ഥലങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഈ സർക്കാർ ഭരണത്തിലേറിയപ്പോൾ 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ ഗ്രാമങ്ങളെല്ലാം തന്നെ വൈദ്യുതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ വീടുകളും, ആ വീടുകൾ മുഴുവൻ വൈദ്യുതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ആ കാര്യത്തിലും വലിയ മുന്നേറ്റം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്, ഈ ഉദാഹരണങ്ങളെല്ലാം ഇതെല്ലാം സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ്. सबका साथ सबका विकास is our guiding principle. We are going to work even more to transform India. Friends, unfortunately, today the cultural ethos of Kerala is under attack, and this attack is being led by the party that is governing the state. All right, so clear attack against the left front democratic government in Kerala. Can the Bharatiya Janata Party make entry into the state currently ruled by the communist groups? We'll wait and watch. Of course, a lot of attacks continue there in Thrissur. We'll come back with further details. Thanks for watching the video. For more such news and updates, please like, share and subscribe to India Today. Also check out our other great videos from our channel. We know you will love to.